ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് കൊല്ലം തുളസിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് കൊല്ലം തുളസിന്റെ തുറന്നു പറച്ചിലുകളാണ്. അതായത് കൊല്ലം തുളസി എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം അഭിനയിച്ച സിനിമകൾ അല്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ അദ്ദേഹത്തിന്റെ യൂറിൻ തെറാപ്പിയാണ്. അദ്ദേഹം അന്ന് രാവിലെ 200 മില്ലി യൂറിൻ കുടിക്കുന്നൊക്കെയുള്ളതാണ്. 1978 മുതൽ സിനിമാ മേഖലയിൽ വില്ലനായിട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിന് മലയാളികൾക്ക് സുപരിചിതമാണ്. പക്ഷെ ഇപ്പൊ 75 വയസ്സപ്പോൾ അയാളെല്ലാം കുറെ കാര്യങ്ങൾ തുറന്നു പറയണം. അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള 2-3 കാര്യങ്ങൾ. കൊല്ലം തുളസി അതേ തുടർന്ന് ഉടക്കി, പേയ്മെന്റ് കാര്യം എന്തോ പറഞ്ഞിട്ട് ഉടക്കിയപ്പോൾ ശ്യാമിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ശ്യാം അന്ന് മുതൽ ഇതിന്റെ കഥാപാത്രം ശബ്ദമില്ലാതാക്കി. ഊമയാണ്, ആ ക്യാരക്ടർ ഊമയാണ്. അപ്പോൾ അദ്ദേഹം ഇത് കണ്ടിട്ട് അത് ഇരട്ടി ഉടക്കി. വീണ്ടും ഉടക്കിയപ്പോൾ അദ്ദേഹം ലോറി ഇടിച്ച് മരിച്ചുപോയി ക്യാരക്ടർ. അതിനുശേഷം ശ്യാം സുന്ദർ എല്ലാ അദ്ദേഹത്തിൻ്റെ ഡയറക്ടേഴ്സിനോടും പറയും, ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ വന്നാലുടൻ അവരുടെ മരണരംഗം അങ്ങ് ഷൂട്ട് ചെയ്ത് വെച്ചേക്കണം. അത് സ്വപ്നം കാണുന്നതായിട്ട് മതി, ഒരു സ്വപ്നത്തിൽ മരിക്കുന്നതായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ച് സേഫാക്കി വെച്ചാൽ എപ്പോഴെങ്കിലും ഇവൻ കയറി ഉടക്കിയാൽ നമുക്കിതങ്ങ് ടെലികാസ്റ്റ് ചെയ്യാം. അപ്പോൾ മാത്രമല്ല, ഈ പടം